ഈ യോഗം നടക്കുന്നത് ഇന്ത്യയിലെ യുവാക്കൾ, വിദ്യാർത്ഥികൾ ഒരു ഐതിഹാസികമായ വിജയം നേടിയ അന്നാണ് നിങ്ങൾ ഈ യോഗത്തിൽ ഇരിക്കുന്നത്. വീണ്ടും ഐതിഹാസികമായ കർഷക സമരത്തിന് ശേഷം നരേന്ദ്രമോദി, സ്വയം 56 ഇഞ്ച് പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദി മുട്ടുമടക്കിക്കൊണ്ട് 3 കർഷക ദ്രോഹ നിയമങ്ങൾ പിൻവലിച്ച മാതിരി ഇന്ന് വിദ്യാർത്ഥികളും യുവാക്കളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അടിച്ചമർത്തലുകളെ വകവെക്കാതെ നടത്തിയ ഈ പോരാട്ടത്തിന് ശേഷം ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു ദിവസമാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ഐക്യ സമരങ്ങൾക്ക് പുത്തൻ ഉണർവ് നൽകുന്ന ഒരു വിജയം കൂടിയാണ്. നമ്മൾ എല്ലാവരും, അത് വിദ്യാർത്ഥി സമരമായിരുന്നു, യുവാക്കളുടെ സമരമായിരുന്നു, പക്ഷേ കർഷക പ്രസ്ഥാനവും തൊഴിലാളി വർഗ പ്രസ്ഥാനവും എല്ലാം ആ സമരത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ സർക്കാരിനെതിരെ ആ സമരത്തിൽ ഒറ്റക്കെട്ടായിരുന്നു. വരും ദിവസങ്ങളിൽ വലിയ സമരങ്ങൾ ഉയർന്നു വരാനിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പൊതുയോഗത്തിൽ ബാക്കി വിഷയങ്ങൾ ഇംഗ്ലീഷിൽ ആയിരിക്കും സംസാരിക്കുന്നത്. സഖാവ് ഓമല്ലൂർ അത് മലയാളത്തിലോട്ട് തർജുമ ചെയ്യും. Dear comrades, it is a historic victory that has happened after about a month of our struggle. More than 23 students who come from the houses of farmers and the toiling masses, from the poor families, from middle class families who wrote the NEET exam, 22 lakh people who wrote the NEET exam, their futures was pushed into darkness by the way the NEET exam paper was leaked. And 23 students committed suicide due to the kind of disappointment it created and insecurity it created. Against that, all sections of society came against the government, and we all saw how on the Delhi streets, how the BJP government used pellet guns, used tear gas and other efforts, lathi charge, to try and ensure that the struggle is ended. It is while the BJP government has used these tactics in Delhi and in BJP ruled states, the Congress ruled states have also unleashed the same kind of attack, whether it be in Telangana, whether it be in Himachal Pradesh, whether it be in Karnataka or even in Kerala. But students across the country stood united with the backing of their parents, with the backing of the people of this country, and Narendra Modi and his arrogance had to face defeat today with Dharmendra Pradhan's resignation. പ്രിയമുള്ളവരെ, ചരിത്രപരമായ ഒരു വിജയം നേടിയ സുദിനമാണ്. ഒരു മാസക്കാലം നീണ്ടുനിന്ന രാജ്യത്തെ വിദ്യാർത്ഥികളുടെ മഹത്തായ ഒരു സമരം, 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ, ആ പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് അവരുടെ ഭാവി അപകടത്തിലാവുകയും അവർ നിരാശരാവുകയും അതിന്റെ ഫലമായി പാവപ്പെട്ട കുടുംബങ്ങളിലെ, കർഷകരുടെ കുടുംബങ്ങളിലെ, തൊഴിലാളികളുടെ കുടുംബങ്ങളിലെ 23 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവമാണ്. ഈ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അതിരൂക്ഷമായ സമരം വിദ്യാർത്ഥികൾ ആരംഭിച്ചു. ആ സമരത്തിന് എല്ലാ വിഭാഗം ജനങ്ങളും പിന്തുണച്ചു. ആ സമരത്തെ, ഡൽഹിയിൽ നടന്ന ആ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി മോഡിയുടെ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ലാത്തിചാർജ് നടത്തുകയും എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തൽ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വമ്പിച്ച പിന്തുണ, അനുദിനം വമ്പിച്ച പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ സമരവുമായി മുന്നോട്ട് പോയപ്പോഴാണ് അത് ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികളോട് എടുത്ത സമീപനം. തെലങ്കാനയിലാണെങ്കിലും കേരളത്തിലായാലും മറ്റു പല സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികൾ സമരം ചെയ്തപ്പോൾ കോൺഗ്രസ് സർക്കാരിന്റെ പോലീസും ഈ കേന്ദ്ര പോലീസിനെ പോലെ, കേന്ദ്ര സർക്കാരിനെ പോലെ തന്നെ വിദ്യാർത്ഥികളെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. എന്തായാലും ഐതിഹാസികമായ ഈ സമരം
നടന്നതിന്റെ ഫലമായി ഇതിനെ അനുദിനം നേടിയ ബഹുജന പിന്തുണയുടെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി ഇപ്പോൾ കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. നരേന്ദ്രമോദി ഈ കാര്യത്തിൽ വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ പരാജയം അടഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നാം ഈ യോഗം ചേരുന്നത്. Dear comrades, when the historic farmers' struggle emerged victorious, then other farmers' organizations, a leader of one of the farmers' organizations in our country, he made the comment that the victory was achieved at great cost. 736 of our struggling farmers died during that struggle during the COVID pandemic in the struggle site itself. And this leader said the reason for the victory of that struggle was that the red flag, that All India Kisan Sabha was the brain and the spinal cord, brain and the spine behind that struggle. Today we can also say in the present struggle the red flag has played almost a similar kind of role. മുമ്പ് നടന്ന കർഷക പ്രക്ഷോഭം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ദേശീയ കർഷക പ്രക്ഷോഭം ഇതേപോലെ നടന്ന ഒരു ഐതിഹാസിക സമരമായിരുന്നു. ആ സമരം നടക്കുന്ന വേളയിൽ രാജ്യത്തെ ഈ സമരത്തിൽ പങ്കെടുത്ത 736 കർഷകർ മരിക്കുന്ന സാഹചര്യമുണ്ടായി. കോവിഡ് കാലത്താണ് ആ സമരം ആരംഭിച്ചത്. എല്ലാ ബുദ്ധിമുട്ടുകളെയും ദുരിതങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ദീർഘനാളുകൾ നീണ്ടുനിന്ന ആ കർഷക സമരം വിജയിക്കുന്നതിന് കാരണം പലരും അതേ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തത് ചുവന്ന പതാക ഏന്തിയ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതാക്കളാണ് എന്നുള്ളതാണ്. അഖിലേന്ത്യാ കിസാൻ സഭ അതിന്റെ ബുദ്ധി കേന്ദ്രമായിരുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ കർഷക സംഘടനകളുടെ ഒരു സംയുക്ത പരിപാടിയായിരുന്നു അത്. അങ്ങനെ അഖിലേന്ത്യാ കിസാൻ സഭ അന്ന് നടത്തിയ സമരം പോലെ രണ്ടാമത് വീണ്ടും നടന്ന വിദ്യാർത്ഥികളുടെ ഒരു ഐതിഹാസിക ദേശീയ പ്രക്ഷോഭമാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. We are going to carry forward this struggle. As far as the students and youth are concerned, this is not the end of the struggle. It is a significant victory. But the struggle continues against privatization of education. The struggle continues against the institutions like the National Testing Agency, corrupt institutions. The struggle continues against the NEET. Those struggles the students and youth will carry out. Similarly, the farmers and workers of our country are also going to carry forward the struggle. On July 27th, 28th, we are having a convention of the Samyukta Kisan Morcha. On 29th, we are having a joint convention of Samyukta Kisan Morcha and Central Trade Unions. We have already arrived at a decision that on the occasion of the Quit India, anniversary of the Quit India Day, on 10th of August, 9th is a Sunday, so 10th of August, there will be a jail bharo across the country in which lakhs of workers and farmers are going to join. The youth of this country, the women, the students, all of them are going to join in support of that struggle. ഇത് സമരത്തിന്റെ അവസാനമല്ല. ഈ ഇത്തരം സമരങ്ങൾ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ രാജ്യത്തെ സാഹചര്യം അതാണ്. എല്ലാ മേഖലയിലും ജനവിരുദ്ധ നയങ്ങളുമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ. വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണമായാലും കർഷകർക്കെതിരായ കരിനിയമങ്ങളായാലും തൊഴിലാളികൾക്കെതിരായ ദ്രോഹ നടപടികളായാലും ഇതിനെല്ലാം എതിരായിട്ടുള്ള യോജിച്ച പോരാട്ടമാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. ഇതേപ്പറ്റിയെല്ലാം ആലോചിക്കുന്നതിന് പ്ലാൻ ചെയ്യുന്നതിനായിട്ട് കർഷകരും തൊഴിലാളികളും എല്ലാം ചേർന്ന് ഡൽഹിയിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വലിയ കൺവെൻഷൻ നടത്താൻ പോവുകയാണ്. ജൂലൈ 28-ാം തീയതി സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു വലിയ കൺവെൻഷൻ ഡൽഹിയിൽ നടക്കും. അതിനുശേഷം ജൂലൈ 29-ാം തീയതി തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും എല്ലാം കൂടെ ചേർന്ന് അത് സംബന്ധിച്ച വിപുലമായ സമര പ്രഖ്യാപനം നടത്തും. ഇതിനുശേഷം ആഗസ്റ്റ് മാസം 9-ാം തീയതി ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ ഓർമ്മ ദിനമായതുകൊണ്ട്, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഓർമ്മ ദിനമായതുകൊണ്ട് ആഗസ്റ്റ് 9 ഞായർ ആയകയാൽ ആഗസ്റ്റ് 10-ന് ജയിൽ ഭരോ എന്നൊരു ദേശീയ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ജയിലിലേക്ക് പോകാൻ വിദ്യാർത്ഥികളും കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന ഒരു വലിയ സമൂഹം രാജ്യത്ത് മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.